ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് മാസ്റ്റർബേഷനാണ്. അപ്പൊ അത് സത്യത്തിൽ അതിന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആത്മാർത്ഥതയോടെ ആ വിഷയത്തെ സമീപിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ശരിയാണോ അല്ലേ ചെറിയൊരു കൺഫ്യൂഷൻ അതിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് ഹറാമാണ് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഹുക്കും അല്ലെങ്കിൽ വിധി. ഇസ്ലാമികമായിട്ട് എല്ലാവിധ പണ്ഡിതന്മാരും അതിന് കൊടുത്ത വിധി അത് ഹറാമാണ് എന്നുള്ളതാണ്. ഖുറാനിലോ ഹദീസിലോ നിങ്ങൾ നേരിട്ടൊരു വചനം ഉദ്ധരിക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ മാസ്റ്റർബേഷൻ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നുണ്ട് ആയത്തില്ല. അപ്പൊ അങ്ങനെ അതൊരു ആയത്തിന്റെയും ഹദീസിന്റെയും എന്ന് ആളുകൾ പണ്ഡിതന്മാര് മനസ്സിലാക്കിയാണ്. അപ്പൊ അതിന്റെ ആയത്ത് എന്താണ്, അതിന്റെ ഖുറാനിൽ നിന്നുള്ള തെളിവ് എന്താണ്? ഇമാം ഷാഫി റഹ്മഹുല്ലാഹി അലൈഹി ഉദ്ധരിച്ച ആയത്താണ് അതിന് തെളിവായിട്ടുകൊണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 7 വചനങ്ങളാണ്. കാരണം വിശ്വാസികൾ ആരാണെന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. ഈ സൂറത്തിന്റെ ഈ വചനങ്ങളിൽ 2 ആയത്തുകൾ കാണാം. ആദ്യത്തെ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോലും എന്ത് ചെയ്യില്ല, അതിന് തെറ്റ് പോലും തിരിഞ്ഞു കളയും. അപ്പൊ ഒന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ എന്നുള്ള ആയത്തിൽ ശരിക്കും അതിന്റെ ഡയറക്റ്റ് അർത്ഥം തന്നെ നമുക്ക് പറയാം, ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും. എനി സെക്ഷൽ എന്റർടൈൻമെന്റ് ഔട്ട്സൈഡ് മാരേജ്, ഔട്ട്സൈഡ് വെഡ്ലോക്ക് ഈസ് ഹറാം. വ്യക്തമായിട്ട് ഈ ആയത്തുനിന്ന് കിട്ടും. വേറെ ആയത്തിന്റെ തെളിവ് ആവശ്യമില്ല. അതല്ലാത്തതെല്ലാം എന്താണ്? ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും, അത് ഹറാമാണ്. ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കാം. ഇതെന്തിനാ വെച്ചാൽ അത് ഹറാമാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഹദീസിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ ചെറുപ്പത്തിൽ നമ്മളൊരു ഏജ് ഉണ്ടല്ലോ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി കുറച്ച് ചെറുപ്പക്കാർ കൂടിയിരുന്നാല് വരുന്നൊരു സംസാരമുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമയത്ത് ഒരു സംഘം യുവാക്കൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവാക്കൾ അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കയറിയപ്പോൾ അവർ പെട്ടെന്ന് സംസാരം നിർത്തിക്കളഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി യുവാക്കൾ ചർച്ച ചെയ്യുന്ന, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണ് ഇവര് ചർച്ച ചെയ്യുന്നത്. ഉടനെ ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്താണ്? നിങ്ങളിൽ നിന്ന് കഴിവുള്ള ആളുകൾ കല്യാണം കഴിക്കുക. ഈ കല്യാണം കഴിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ എന്ത് ചെയ്യണം? കാഴ്ചകളെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ കണ്ണുകളെ താഴ്ത്തണം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണം കഴിക്കണം. കഴിവുള്ളവർ കല്യാണം കഴിക്കട്ടെ എന്നാണ്. അല്ലാത്തവർ നോമ്പെടുക്കണം. അപ്പൊ ഇസ്ലാമികപരമായി ഇതിനുള്ള സൊല്യൂഷൻ ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ച എന്താണ്? നോമ്പെടുക്കട്ടെ. ഇതിന് കഴിവില്ലാത്തവർ എന്ത് ചെയ്യണം? നോമ്പെടുക്കട്ടെ എന്നാണ്. എങ്കിൽ ഇത് ഈസി ആയിട്ടുള്ള മാസ്റ്റർബേഷൻ ആണ് അനുവദനീയമെങ്കിൽ അവിടെ അങ്ങനെ ഡയറക്റ്റ് പറയാമായിരുന്നു, നിങ്ങൾ അത് ചെയ്തോളി. പകരം എന്താ പറഞ്ഞ, കുറച്ച് ബുദ്ധിമുട്ടായ നോമ്പിനെയാണ് നമുക്ക് സൊല്യൂഷനായി വെച്ചിട്ടുള്ളത്. അപ്പോ ഇതിൽ നിന്നും ഇത് പൂർണ്ണമായും ഹറാമാണ്, ഇത് ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ? ഇതില് സാധാരണഗതിയിൽ ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ഇമാജിനേഷനോ അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ വിഷ്വൽ കോർട്ടക്സിൽ അതിന്റെ ഇമേജ് വരും. എത്ര ഭംഗിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാക്കിയത് ആലോചിക്കണം. അതായത് നമ്മൾ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മൾ വിഷ്വൽ കോർട്ടക്സിൽ അതിന്റെ ഇമേജ് വരും. ആ ഇമേജ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സെക്ഷൽ അറൗസൽ ഉണ്ടാവും. അത് ഹിപ്പോ ക്യാമ്പസ് വഴിയാണ് പിന്നെ വർക്കൗട്ട് ചെയ്യുക. അപ്പോ അതിലെന്താണ് സൊല്യൂഷൻ? നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് നമ്മളെ വിഷ്വൽ കോർട്ടക്സിൽ പതിക്കാൻ പാടില്ല. അതാണ് അതിന്റെ സൊല്യൂഷൻ.
അപ്പോ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിക്ചർ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് താല്പര്യം വരിക. അല്ലാതെ വീണ്ടും നമ്മൾ മെമ്മറിയിൽ നിന്ന് അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ഒരു റോ മെറ്റീരിയൽ കണ്ടെത്തുന്നത്. അപ്പോ ആ കാര്യങ്ങൾ ഇസ്ലാം വ്യക്തമായി വിരോധിച്ചതാണ്. അപ്പോ ഇതിലൂടെയാണ് പിന്നെ പോണിലേക്കും അതിനെ തുടർന്ന് ഇതൊരു അഡിക്ഷനായിട്ട് മാറുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് വ്യക്തമായ ഹദീസ് ഉണ്ട്. അപ്പോ ഇതെല്ലാം വെച്ച് ഇത് ഹറാമാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്, ഇതിങ്ങനെ ആദ്യത്തില് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടും അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ വേണ്ടിയൊക്കെ ചെയ്ത് പിന്നെന്ത് ചെയ്യും, പിന്നെ ഇതിങ്ങനെ ഒരു സ്വഭാവ വൈകല്യമായി അവസാനം ഒരു ഹാബിറ്റായും ലാസ്റ്റ് ഒരു അഡിക്ഷനിലേക്ക് വരും. അഡിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അതിന് തിരിച്ചു കയറാൻ വളരെ പ്രയാസകരമായിരിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സർക്കാഡിയൻ റിതം പോലെ ആയിരിക്കും. അതായത് ഇന്ന് ചെയ്ത അതേ സമയം നാളെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ വരും. ഉടനെ നമ്മൾ അതിന് വീണ്ടും ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡിക്ഷൻ ആകുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ ഇതിന് അഡിക്റ്റഡ് ആകുന്നത് അല്ലെങ്കിൽ ഇതൊരു സ്വഭാവ വൈകൃതമായി മാറുന്നതിന് മുമ്പ് തന്നെ ഇത് ഇടപെടുകയും ഇത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ നമ്മളെ ഇത് വളരെയധികം ബാധിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ പുതിയ സ്റ്റഡീസ് എല്ലാം തെളിയിക്കുന്നത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റ് കാരണം വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെ വിവാഹം പൊതുവെ കുറവാണ്. വിവാഹത്തിൽ തന്നെ മാരീഡ് ലൈഫിൽ അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ വളരെയധികം കുറവാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പോൺ അഡിക്റ്റഡ് ആയിട്ട് അവർ കൂടുതൽ എന്റർടൈൻമെന്റ് കൂടുതൽ ഫാന്റസീസാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതൊരിക്കലും ഒരു റിയൽ ലൈഫിൽ കൊടുക്കാൻ ഒരു പാർട്ണർക്കും കഴിയില്ല. അപ്പോ കൂടുതൽ മാരേജ് അൺഹാപ്പിനെസ്സും ഡൈവോഴ്സിലുമാണ് ഇത് എത്തിക്കുന്നത്. ഇനിയിപ്പോ ഹദീസും ഖുറാനിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ ഒരു ദുഷ്ഫലം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അതാണ് ഇന്ന് വെസ്റ്റേൺ വേൾഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പോൺ സൈറ്റുകൾ ജനിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പഴയ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ എന്റർടൈൻമെന്റ്, ആ ഫാന്റസിയോ പോരാ ആൾക്കാർക്ക്. വീണ്ടും അടുത്ത ഫാന്റസിയും അതിനേക്കാൾ കൂടുതൽ എന്തിനാണ് ആൾക്കാർ നോക്കുന്നത്. അതുകൊണ്ടാണ് പോൺ സൈറ്റുകൾക്ക് ഇത്രയധികം പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇത്രയധികം പ്രചാരവും വരുമാനവും കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന് കണ്ട് ഇന്നലെ കണ്ട മതിയാവില്ല നാളെ കാണാൻ. അപ്പൊ അതുകൊണ്ട് ആളുകൾ വീണ്ടും പുതിയ സൈറ്റിലേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു അഡിക്ഷൻ ആകുന്നതിന് മുമ്പ് അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ അതേ മാർഗത്തിലൂടെ നമ്മളിത് തടയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിന് ഫലം കാണും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താണ് മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഇതൊരു അഡിക്ഷനായി മാറിയാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ? നമ്മളെ കോൺഫിഡൻസ് കുറയും, നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, ലേസിനെസ് നമ്മളെ പിടികൂടും. പിന്നെ വിഷ്വൽ പ്രോബ്ലംസ് വരും. ഫുൾ ടൈം ഈ ഫോൺ വാച്ച് ചെയ്യുകയും ഇതേപോലെ ഇതിന്റെ പിന്നാലെ നടക്കുകയും ചെയ്താൽ നമ്മളെ, കാരണം കാഴ്ചയിലുള്ള ബർക്കത്ത് അള്ളാഹു എടുത്തു കളയും, കേൾവിയിലുള്ള ബർക്കത്ത് അള്ളാഹു എടുത്തു കളയും. ഇതൊക്കെ മനുഷ്യന് അള്ളാഹു ചെയ്തു തന്ന എന്താണ്? അവനെ ആരാ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ അതല്ലാത്തൊരു പണി ആ കണ്ണുകൊണ്ട് അള്ളാഹ് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പ്രിമച്ചർ ജാക്കുലേഷൻ സംഭവിക്കും. അതായത് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ശരിക്കുള്ള സെക്സിൽ വളരെ പ്രയാസം നേരിടുന്നു. വളരെയധികം ആളുകൾ കംപ്ലൈന്റ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ അതെല്ലാം ഒഴിവാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിരോധിച്ചത്. പിന്നെ ഡിപ്രഷൻ വരും. ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആൾ ഡിപ്രസ്ഡ് ആയിരിക്കും. പിന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും, എപ്പോഴും ഇത് ചെയ്യാൻ പാടില്ലെന്നല്ലേ. പിന്നെ അതേപോലെ തന്നെ ഡിപ്രഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന മുടി കൊഴിച്ചില്, ക്ഷീണം, അതേപോലെ തന്നെ മെമ്മറി നിൽക്കൂല. ഒരിക്കലും നമ്മൾ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ ഖുർആൻ ഹദീസ് ഒന്നും മനപ്പാടാക്കാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അതാണ് ശരിക്കും മെമ്മറിയൊക്കെ, ആ മെമ്മറിയിലുള്ള ബർക്കത്ത്. കാരണം നമ്മളെ വിഷ്വൽ കോർട്ടക്സും നമ്മളെ ബ്രെയിനൊക്കെ ഈ ഇമേജ് കൊണ്ടും ഈ പിക്ചർ കൊണ്ടും ജാമായി കിടക്കാണ്. അപ്പൊ തീർച്ചയായും അതിലെ ബർക്കത്ത് അള്ളാഹു എടുത്തു കളയും. അപ്പോ ദയവ് ചെയ്ത് ആ പണിക്ക് നിൽക്കരുത്. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70% ആളുകളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് നിർത്തണം തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇത് നിർത്തുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് രക്ഷപ്പെടുക? ഒരു കാര്യം, ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇപ്പൊ മാനസിക പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും, ഫാറ്റിഗ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേദന ഉണ്ടാവും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് റിയൽ ലൈഫിൽ സെക്സിന് ബുദ്ധിമുട്ട് വരുന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും ഇത് നിർത്തിയാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് വിരോധിച്ചിരിക്കണ്. നാളെ എന്റെ പരലോകത്തെ ഇത് ബാധിക്കും, എന്റെ വിചാരണയിൽ ഇത് പ്രശ്നം വരും, എന്റെ പരലോക രക്ഷയ്ക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്ന്
ഇഖ്ലാസോട് കൂടിയാണ് ആരെങ്കിലും ഇത് നിർത്തിയാൽ അള്ളാഹുവിന്റെ ബർക്കത്തും സഹായവും ഉണ്ടാവും. അപ്പൊ നമ്മളെ ഇന്റൻഷൻ അത് തന്നെയായിരിക്കണം. ഇത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഇതിന്ന് രക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തേണ്ടത്. കാരണം എന്തുകൊണ്ട്? ആദ്യത്തെ സൊല്യൂഷൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മളുടെ കണ്ണുകളെ താഴ്ത്തുക. കാരണം ഒരു ഇമേജ് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് നമ്മൾ ഒരു അങ്ങനത്തെ ഒരു പോൺ ഇമേജ് അത് എവിടുന്നാണെങ്കിലും, അത് റിയൽ ലൈഫിലാണെങ്കിലും, ചില ആളുകളുടെ ന്യായീകരണം എന്താണ്, നമ്മളിപ്പോ ആരെയും ബുദ്ധിമുട്ടിക്കണില്ലല്ലോ, നമ്മൾ റേപ്പ് പോലെ അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ട് പോലെ അല്ലല്ലോ, നമ്മളൊരു ഇമേജ് മാത്രം, ആ ഇമേജ് ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പരസ്യമായ ഉപദ്രവം നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്ന് ന്യായീകരണത്തോടെ അത് ചെയ്യുന്നവരുണ്ടാകാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം. ഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കുല്ലിൽ മുഅ്മിനീന യഹുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ. നിങ്ങൾ ഇതില് ഒരു വാക്ക് ശ്രദ്ധിക്കുക, ഇന്നല്ലാഹ ഖബീറുൻ. നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ നിങ്ങളുടെ കാഴ്ചകളെ, ദൃഷ്ടികളെ താഴ്ത്തുക. ഞാനോ ഇനി എങ്ങനെ ഒളിഞ്ഞു നോക്കിയാൽ ആര് കാണുന്നാണ് പറയണത്? ഇന്നല്ലാഹ ഖബീറുൻ, തീർച്ചയായും അള്ളാഹു ഖബീറാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതായത് ഞങ്ങളെ ഒളിഞ്ഞു നോക്കിയാൽ അത് അള്ളാഹു അറിയും സഹോദരന്മാരെ, അത് നാളെ വിചാരണയിൽ വരും, നിങ്ങളുടെ ഏടിലത് കാണും. അതുകൊണ്ട് ആ പണിക്ക് ദയവ് ചെയ്ത് നിൽക്കരുത്. ഇത് നിർത്താനുള്ള സൊല്യൂഷനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കുള്ള മാർഗദർശനമായിട്ട് അവതരിപ്പിച്ച ഈ മാനവിക ഗ്രന്ഥത്തിൽ ഇതാ പറഞ്ഞത്, കുല്ലിൽ മുഅ്മിന യഹുല്ലു മിൻ അബ്സാരിഹിം, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തുക. നിങ്ങളുടെ വിഷ്വൽ കോർട്ടക്സിലേക്ക് വരുന്ന ഒരു പോൺ ഇമേജിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. കാരണം അതിനാണ് പിന്നെ അതിന്റെ ബാക്കി സർക്യൂട്ട് കംപ്ലീറ്റ് ആകുക. അതുകൊണ്ട് ഒരിക്കലും അതിന്റെ മുളയിൽ തന്നെ അത് നുള്ളിക്കളയണമെന്നാണ് ഖുർആൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്കറിയാം, തിർമിദിയുടെ ഹദീസിൽ ഉദ്ധരിച്ച ഈ കാര്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഹദീസാണ് നിങ്ങളെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളിപ്പോ പെട്ടെന്ന് നമ്മൾ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ചിലത് കാണേണ്ടി വരും. പെട്ടെന്ന് നമ്മൾ ഒരാളെ, ഒരു പെണ്ണിനെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് നമ്മൾ കാണാൻ, ഇപ്പൊ റോഡിലൊക്കെ നിറയെ സിനിമാ പോസ്റ്റർ, ഒരു ഇമേജ് നമ്മൾ പെട്ടെന്ന് നമ്മളെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്നാൽ സെക്കൻഡ് രണ്ടാമത് അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു നോട്ടം നോക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായിട്ട് തിർമിദി 2777 ഹദീസിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാതെ നോക്കി പോകുന്നില്ല, അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എന്നാൽ നമ്മൾ രണ്ടാമതൊരു നോട്ടം നോക്കിയാൽ അള്ളാഹു ഖബീറാണെന്ന് നേരത്തെ പറഞ്ഞു സഹോദരന്മാരെ. അതുകൊണ്ട് അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അതും അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള എല്ലാ സാധ്യതകളും, അതിന് ഈ സോളോ സെക്സ് സംഭവിക്കാനുണ്ടാക്കുന്ന എല്ലാ ഈ പ്രീ കണ്ടീഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു ലോവർ ദ കേസ്. രണ്ടാമത്തെ കല്യാണാണ്. നിങ്ങളിൽ നിന്ന് കഴിവുള്ളവർ കല്യാണം കഴിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ, നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് കഴിവുണ്ടാവുമ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളത്. അത് കഴിവുണ്ട് എന്ന് തന്നെയാണ് ആയത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. നിങ്ങളിൽ കഴിവുള്ളവർ, അതായത് ഒരു ഭാര്യനെയും കുടുംബത്തെയും നോക്കാൻ കഴിവുള്ളവർ കല്യാണം കഴിക്കണം. അപ്പൊ കല്യാണം ഇതിന് കഴിവുണ്ടായി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നീട്ടിവെക്കാൻ പാടില്ല. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾ അതിന്റെ പേരിൽ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും. ഞാൻ കഴിവില്ലാച്ചിട്ട് ഇപ്പൊ തന്നെ പെണ്ണിട്ടണമെന്ന് ഇവിടെ പ്രോഫ്കോണിൽ പറഞ്ഞു എന്ന് പോയി പറയണ്ട. ഇപ്പൊ തന്നെ പെണ്ണിട്ടാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെവർക്കുള്ള സൊല്യൂഷനാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കുക, പെണ്ണെത്താൻ സാഹചര്യം. പിന്നെ വ്യക്തമായി തന്നെ നോമ്പെടുക്കാനും പറഞ്ഞിട്ട്, നോമ്പെടുത്ത് നിങ്ങളെ ചെലവും കുറയും, നിങ്ങളെ ആരോഗ്യത്തിനും നല്ലതാണ്. അതേക്കാൾ ഉപരിയായി അള്ളാഹു പറഞ്ഞൊരു സൊല്യൂഷൻ ആണെന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രതിഫലം കിട്ടും. ഖുർആൻ സൂറത്ത് നൂർ 33 ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വൽയസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അള്ളാഹ്, അതായത് സാമ്പത്തികമായിട്ട് കഴിയാത്തവർ, കല്യാണം കഴിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യുക? അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന് എന്ത് ചെയ്യാ? നിങ്ങൾ പരിശുദ്ധ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു അതിന്റെ ഫദ്ലിൽ നിന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നവർ വരെ ജീവിതത്തിൽ ആ പരിശുദ്ധി നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക. അതിന്റെ സൊല്യൂഷൻ എല്ലാം അള്ളാഹു അവന്റെ റസൂലും ഖുർആനിലും ഹദീസിലുമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്താ ചെയ്യാ? നമ്മൾ ലെഷർ ടൈം എപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാർ നോക്കിയാൽ ഒരു പണിയില്ലാതെ ഇതിന്റെ പിന്നാലെ അങ്ങനെ നടക്കുന്ന ആൾക്കാരെ കാരണം വേറെ അജണ്ട ഒന്നുമില്ല. കുറച്ച് വായിക്കും, പിന്നെ ഇതുമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത്. അപ്പൊ നമ്മളെ ഒഴിവ് സമയങ്ങൾ ഇതേപോലത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക, കൂടുതൽ ഇൽമുണ്ടാക്കാൻ, ദീനിയായ ഇൽമു. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് ദീനിന്റെ അറിവ് നൽകും. യുഫക്കിഹു ഫിദ്ദീൻ എന്നാണ്.
അപ്പൊ ദീനിൽ അറിവ്, അപ്പൊ അറിവ് നേടാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതിലുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. അപ്പൊ അതേപോലെ തന്നെ സബ്ലിമേഷൻ എന്നാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ നമ്മളെ ആക്ടിവിറ്റീസിലേക്ക് സമയം ചെലവെത്തുക. അതായത് ഈ ലെഷർ ടൈം ഒഴിവാക്കി നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. അപ്പൊ അത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ്? ദീൻ പഠിക്കുക, അത് പ്രബോധനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിലേക്ക് നമ്മളെ സമയം ചെലവഴിക്കുക. പിന്നെ എല്ലാ സെക്ഷൽ എന്റർടൈൻമെന്റ് ഔട്ട്സൈഡ് മാരേജ് വെഡ്ലോക്ക് ഈസ് ഹറാം. അത് നമ്മൾ ആദ്യം തന്നെ സൂറത്തുൽ മുഅ്മിനൂന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോ അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്, രാത്രി ഒറ്റക്കാകാൻ പാടില്ല എന്നുള്ളത്. രാത്രി സമയം നമ്മൾ ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ പാടില്ല. കാരണം കൂടുതൽ ആളുകളും ഈ സൈറ്റിൽ കയറുന്നതൊക്കെ ഒറ്റക്കും, അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒറ്റക്കാവുമ്പോഴും അതേപോലെ രാത്രിയിലുമാണ്. അതുകൊണ്ട് ഈ ഹദീസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ അതിൽ ബർക്കത്ത് കിട്ടും. കാരണം അത് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചാണ്, നമ്മളെ മാനവ കുലത്തെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തുണ്ട്, എല്ലാ അവസരങ്ങളിലും നമുക്ക് ദിക്റുള്ള അള്ളാന്റെ സ്മരണ, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധം. നാളെ ഏത് സമയത്ത് നമ്മൾ മരിച്ചാലും സ്വർഗത്ത് പോകണം എന്നുള്ളൊരു ബോധം. കാരണം നമ്മളിവിടെ ജീവിക്കണം എന്തിനാണ്? സ്വർഗം കിട്ടണം. അല്ലെ അൾട്ടിമേറ്റ്ലി വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അങ്ങനെ ആബിദീങ്ങളായി ജീവിച്ച ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? അവന്റെ സ്വർഗം കൊടുക്കും. അപ്പൊ അതിനും വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും ഈ പഠിക്കുന്നതും എല്ലാം അതിനും വേണ്ടിയാണ് അൾട്ടിമേറ്റ്ലി. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകുക. എന്നിട്ട് ആ ദിക്റുള്ള നിലനിർത്തുക. അപ്പൊ നമ്മൾ റൂമിക്ക് കയറാൻ പോകണം, നമ്മൾ മാത്രമുള്ള റൂമാണ് താമസിക്കുന്നത്. ആ റൂമിക്ക് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ പിശാചിൽ നിന്ന് ശരണത്തിൽ അല്ലെ അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ എന്താ, നമ്മൾ ഫസ്റ്റ് എഴുതിപ്പില്ല, നിങ്ങൾ അള്ളാഹുവിനോട് കാരണം അള്ളാഹു ആണ് നിങ്ങളെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളവൻ. അള്ളാഹുവിനോട് സഹായിക്കുക, അള്ളാഹിന്റെ ഓർമ്മ ഉണ്ടാകുക. അല്ല റൂമിൽ കയറാറില്ലാത്ത റൂമാണ് നമ്മൾ ഒറ്റയ്ക്ക് വരാൻ കയറുന്ന സമയത്ത് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അങ്ങനെ നിത്യജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പരമാവധി പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ്, അള്ളാഹു ആണ് നമുക്ക് പരിശുദ്ധത നൽകേണ്ടത്, നമുക്ക് പരിശുദ്ധി നൽകേണ്ടത് അള്ളാഹുവാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് അതിന് ആ പരിശുദ്ധിക്ക് വേണ്ടി നിത്യമായി പ്രാർത്ഥിക്കുക. ഇനി ജീവിതത്തിൽ അങ്ങനെ കുറെ സംഭവിച്ചില്ല, അതിന്റെ പേരിൽ ആരും സങ്കടപ്പെടില്ല. മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു പോയി, അപ്പൊ എന്തായാലും പരിഹാരം പശ്ചാത്തപിക്കാനായി നമ്മൾക്ക് ഒരിക്കലും പരിഹരിക്കപ്പെടാനാകാത്ത തെറ്റുകളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ അതിന്റെ പേരിൽ ഇങ്ങനെ ആലോചിക്കണ്ട. കാരണം എന്താ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത തെറ്റിനേക്കാൾ ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താണ്, ഇനി നമ്മൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനോട് നന്നായിട്ട് പശ്ചാത്തപിക്കുക, അത് ആവർത്തിക്കാതെ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കുക. ദഅവത്തുമായിട്ട് ഈ പ്രോഫ്കോൾ നിങ്ങൾ ഉൾക്കൊണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കൂടുതൽ ഇൽമുണ്ടാക്കി കൂടുതൽ അമൽ ചെയ്ത് അത് മറ്റുള്ളവർക്ക് എത്തിച്ച് അതിലുള്ള പ്രയാസങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ച് നാളെ സ്വർഗം കേടുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ആ ഹദീസ് ബുഖാരിന്റെ 1469 ഹദീസിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹു പരിശുദ്ധി നിങ്ങൾക്ക് നൽകും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് അതിന് വിട്ടുനിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവും റസൂലും പറഞ്ഞ പോലെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, സഹോദരന്മാരെ നിങ്ങൾ രക്ഷപ്പെടും. കാരണം അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ പ്രതീക്ഷയെക്കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പ്രതീക്ഷയെക്കുറിച്ച് നിങ്ങൾ കൈവിടാതിരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പരമാവധി പഠിച്ച കാര്യങ്ങൾ ഈ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. അള്ളാഹു നിങ്ങളെയും എന്റെയും പരലോകം നാളെ രക്ഷപ്പെടുത്തുമാറാട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.